നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. ഇരിട്ടി നഗരത്തിൽ മാലിന്യങ്ങൾ തള്ളിയ കിണറ്റിൽ വെള്ളം ഉപയോഗിച്ചു ഏതാനും കടകൾ പ്രവർത്തിക്കുന്നതായി നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തി. കിണറ്റിൽ നിന്നും കെട്ടിടത്തിന് മുകളിലെ ടാപ്പിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പുകളും മറ്റു ജലവിതരണ സംവിധാനങ്ങളും ആരോഗ്യ വിഭാഗം മുറിച്ചു മാറ്റുകയും വെള്ളം ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇരിട്ടി മേലെ സ്റ്റാൻഡിൽ പാലത്തിന് സമീപത്തെ ഇരുനില കെട്ടിടത്തിലെ ഇറച്ചി വിൽപ്പനശാലകൾ അടക്കമുള്ള കടകളാണ് മലിനജലം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത്. ഇവിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്ന കിണർ കാട് മൂടി ആർക്കും കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇതിന് ചുറ്റുമായി ടൗണിലെ പഴം, പച്ചക്കറി, തെരുവ് കച്ചവടക്കാർ കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലുമായിരുന്നു. ടൗണിലെ മാലിന്യങ്ങൾ ചിലർ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതായും ആരോഗ്യ വിഭാഗത്തിൽ വിവരം ലഭിച്ചിരുന്നു. ഇരിട്ടി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KV രാജീവിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗ സംഘം കിണർ കണ്ടെത്തിയത് തന്നെ ഏറെ പരിശോധനയ്ക്ക് ശേഷമാണ്. കാട് മൂടിക്കിടക്കുന്നത് മൂലം കിണർ കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം എത്തുന്ന കെട്ടിടത്തിന് മുകളിലെ ടാങ്ക് പരിശോധിച്ചപ്പോൾ ഇതിലും വലിയ തോതിൽ മാലിന്യങ്ങൾ കണ്ടെത്തി. ഇതോടെ കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക്, ടാങ്കിൽ നിന്നും കെട്ടിടത്തിലേക്കും വെള്ളം എത്തിക്കുന്ന എല്ലാ പൈപ്പുകളും ആരോഗ്യ വിഭാഗം മുറിച്ചുമാറ്റി. ഈ കിണർ വെള്ളം ഇനി മുതൽ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവുമായി കടയുടമകൾക്ക് നൽകി. മേലെ സ്റ്റാൻഡിൽ റോഡരികിൽ പ്രവർത്തിക്കുന്ന ചിപ്സ്, പഴം, പച്ചക്കറി കടകളിലും പരിശോധന നടത്തി. ചിപ്സ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന എണ്ണ ഏറെ പഴക്കമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് എണ്ണ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. തെരുവ് കച്ചവടക്കാരിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് സഞ്ചികളും പിടിച്ചെടുത്തു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ AS സന്ദീപ്, വർക്കർ P സന്തോഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്